തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രം വി രാജേഷിന് മുൻപും രാജേഷിന് ശേഷവും എന്ന് തിരുത്തി എഴുതപ്പെടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ഒരു മേയറും വാർത്തകളിൽ ഇത്രയധികം നിറഞ്ഞു നിന്നിട്ടില്ല. ഒരു മേയറുടെ പേര് കേൾക്കുമ്പോൾ ഭരണപക്ഷത്തുള്ളവർക്ക് ഇത്രയധികം വിറയൽ ഉണ്ടായിട്ടുമില്ല. വി രാജേഷ് എന്ന ജനകീയനായ മേയർ ഓരോ ദിവസവും കഴിയുന്തോറും ജനങ്ങളുടെ ഹീറോ ആയി മാറുകയാണ്. അതാണ് നിലവിൽ തലസ്ഥാനത്തെ കാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ ഈ ജനപ്രീതിയും യശസ്സുമാണ് CPMന്റെ ഉറക്കം കെടുത്തുന്നത്. തങ്ങളുടെ കുത്തകയായിരുന്ന, തങ്ങളുടെ ATM മെഷീനായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കുകയും വി രാജേഷ് എന്ന അതിശക്തനായ ഭരണാധികാരി അഴിമതിയുടെ ഓരോ വേരുകളും അറുത്തുമാറ്റാൻ തുടങ്ങുകയും ചെയ്തതോടെ CPM അക്ഷരാർത്ഥത്തിൽ വിരളി പിടിച്ചിരിക്കുകയാണ്. CPM മാത്രമല്ല, അതുപോലെ തന്നെ കോൺഗ്രസും. രാജേഷിനെ എങ്ങനെയും കാലിൽ പിടിച്ച് നിലത്തിയടിക്കാനും ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കാനും അവർ അണിയറയിൽ കൂറ്റൻ കെണികളാണ് ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ പിന്തുണയുള്ള ഈ സിംഹത്തെ തൊടാൻ അവർ ഭയപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊരു അടിയന്തര സംഭവം നടന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കും. CPMന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അതീവ രഹസ്യമായി എത്തിച്ചേരുന്നു. പകലും രാത്രിയും പരസ്പരം ചെളിവാരി എറിയുന്ന, നിയമസഭയിൽ കടിച്ചു കീറാൻ നടക്കുന്ന LDFും UDFും തമ്മിൽ എന്തിനാണ് ഈ അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ച? ഉത്തരം വളരെ വ്യക്തമാണ്. വി രാജേഷ് എന്ന വ്യക്തിയെ, ആ മേയറെ തളയ്ക്കുക. രാജേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അഴിമതി വിരുദ്ധ പോരാട്ടം CPMന്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. അപ്പോൾ രണ്ടുപേരുടെയും പ്രശ്നം പൊതുപ്രശ്നം. അങ്ങനെ ശത്രുവിൻ്റെ ശത്രു മിത്രമാകുന്നു. ഇതാണ് ഇവർ ഇവിടെ മനസ്സിലാക്കിയത്. അങ്ങനെ കേന്ദ്രത്തിലെ ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് സംഭവ്യമായി. എന്തുകൊണ്ട് കോൺഗ്രസ് ബഹളം വയ്ക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം, അല്ലേ? BJPയും CPMും തമ്മിലുള്ള യുദ്ധത്തിൽ നിശബ്ദമായിരുന്നാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാകേണ്ടത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ അത് കോൺഗ്രസിനാണ്. എന്നാൽ കോർപ്പറേഷനിൽ രാജേഷിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് കാണിച്ച അമിതാവേശം ജനങ്ങളിൽ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, CPMന് വേദനിക്കുമ്പോൾ കോൺഗ്രസിന് എന്തിനാണ് ഇത്രയധികം പൊള്ളുന്നത് എന്ന്. CPMന് കേരളത്തിൽ 2 പ്രധാന കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഒന്ന് കണ്ണൂരും 2 തിരുവനന്തപുരവും. കണ്ണൂർ അവരുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെയും ഗുണ്ടാപ്പണിയുടെയും, സത്യം പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളാണവ. കൊലപാതകങ്ങളുടെയും ആസൂത്രണ കേന്ദ്രമൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം നേരെ മറ്റൊരു രീതിയിലാണ്. ഈ പാർട്ടിയുടെ സാമ്പത്തിക കേന്ദ്രമാണ് തിരുവനന്തപുരം. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ഓരോ മാസവും പാർട്ടി അഴിമതി പണമായിട്ടും മറ്റും ഒഴുകിക്കൊണ്ടിരുന്നത്. തലസ്ഥാന നഗരിയിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് മുതൽ AKG സെൻറ്റർ വരെയുള്ള കെട്ടിടങ്ങളുടെ മൂല്യം കണക്കാക്കിയാൽ അത് ശതകോടികളാണ് വരിക. സകല ഇടത് യൂണിയനുകൾക്കും പോഷക സംഘടനകൾക്കും ഇവിടെ പടുകൂറ്റൻ മാളുകളെ വെല്ലുന്ന കെട്ടിടങ്ങളുണ്ട്. ഒരു സാധാരണ ബ്രാഞ്ച് കമ്മിറ്റിക്ക് പോലും സ്വന്തമായി കോടികൾ വിലമതിക്കുന്ന ഓഫീസ് കെട്ടിടങ്ങളാണ് തലസ്ഥാന നഗരിയിലുള്ളത്. ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി CPMന്റെ കുത്തകയായിരുന്നു. നാമമാത്രമായ ഭൂരിപക്ഷത്തിൽ ഭരിച്ചപ്പോൾ പോലും കോർപ്പറേഷന്റെ കീഴിലുള്ള സകല സ്വത്തുവകകളും CPM നേതാക്കൾ തങ്ങളുടെ സ്വകാര്യ ധനശേഖരണത്തിനുള്ള വഴികളാക്കി മാറ്റിയിട്ടുണ്ട്. ബുദ്ധിപരമായ നീക്കം. കോർപ്പറേഷൻ കെട്ടിടങ്ങൾ സ്വന്തം പേരിൽ നാമമാത്രമായ തുകയ്ക്ക് ലേലം പിടിക്കുക, അത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മറച്ചു വിൽക്കുക, അനധികൃത നിർമ്മാണങ്ങൾ നടത്തി വാടക പിരിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ഈ കറവപ്പശുവിൻ്റെ അകിടിലാണ് മേയർ വി രാജേഷ് ഇപ്പോൾ കത്തി വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് കത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേയർ വി രാജേഷ് നടത്തിയ വിപ്ലവകരമായ ചില നീക്കങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണക്കാരനും ഞെട്ടിപ്പോകും. കോർപ്പറേഷന്റെ കീഴിലുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വലിയ ഓഡിറ്റോറിയങ്ങളും കല്യാണ മണ്ഡപങ്ങളും വർഷങ്ങളായി CPM പ്രാദേശിക നേതാക്കളുടെ കസ്റ്റഡിയിലായിരുന്നു. അതിൽ നിന്നും 1 രൂപ പോലും കോർപ്പറേഷന് വരുമാനമായി ലഭിച്ചിരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാൻ ഇവിടെയും അത് ആവർത്തിക്കുകയാണ്. അതായത് ഒരു പ്രശസ്തമായ കല്യാണ മണ്ഡപം വർഷങ്ങൾക്ക് മുമ്പ് കരാർ കാലാവധി കഴിഞ്ഞതാണ് ഇത്. എന്നാൽ കോർപ്പറേഷനെ ഭരിച്ചിരുന്ന ഇടത് ഭരണസമിതി ഇത് കണ്ടില്ലെന്ന് നടിച്ചു. ഒരു വ്യക്തി ഈ മണ്ഡപം സ്വന്തം പോലെ കൊണ്ടു നടന്ന് ലക്ഷങ്ങൾ ഇതിൽ നിന്നും വാടകയായി ഈടാക്കി. കോർപ്പറേഷൻ ഒരു പൈസ പോലും നൽകിയതില്ല. അതാദ്യം ശ്രദ്ധിക്കണം. മേയർ വി രാജേഷ് ഇതിൻ്റെ ഫയലുകൾ പൊക്കിയതോടെ കളി അവിടെ മാറി.
അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വി രാജേഷ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകളാണ്. അപ്പോൾ തന്നെ ആ ഓഡിറ്റോറിയം പൂട്ടി താക്കോല് മേയറുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഓഡിറ്റോറിയം പൂട്ടിയതോടെ കല്യാണം ബുക്ക് ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഓഡിറ്റോറിയത്തിൽ ബുക്ക് ചെയ്ത ഓരോ പരിപാടികളും ആ ബുക്ക് ചെയ്തവരൊക്കെ ആശങ്കയിലായി. അവർ മേയറെ വന്ന് കണ്ട് തങ്ങൾ വഞ്ചിക്കപ്പെട്ട വിവരം ധരിപ്പിച്ചു. 3000 രൂപ അഡ്വാൻസ് വാങ്ങി ബാക്കി 16,000 രൂപ ഈടാക്കാൻ ഇരുന്ന ആ ഇടനിലക്കാരൻ്റെ തട്ടിപ്പാണ് അവിടെ പൊളിഞ്ഞത്. തുടർന്ന് നിയമപരമായ വഴിയിലൂടെ അവർക്ക് ആ ഹാളിൽ തന്നെ കല്യാണം നടത്താൻ അനുമതി നൽകി തുക നേരിട്ട് കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. ഇതുവഴി ജനങ്ങളുടെ കണ്ണീരൊപ്പാനും അതുപോലെ തന്നെ പൊതുമുതൽ കൊള്ളയടിച്ച മാഫിയയെ തുരത്താനും ഒക്കെ മേയർക്ക് സാധിച്ചു. അപ്പോൾ എത്രയെത്ര കള്ളങ്ങളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ വെറും 6 മാസം കൊണ്ട് അവിടെ പൊളിഞ്ഞതെന്ന ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? കോർപ്പറേഷൻ്റെ കീഴിൽ എത്ര കടകൾ ഉണ്ടെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ വർഷങ്ങളായി ഫയലുകൾ പൂഴ്ത്തി വെച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല. ആദ്യമൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞ കണക്ക് യഥാർത്ഥ കണക്കിൻ്റെ 10-1 മാത്രമായിരുന്നു. എന്നാൽ വി രാജേഷ് അവിടെയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഓഫീസിലിരുന്ന് സ്വന്തമായി ഫയലുകളൊക്കെ പരിശോധിച്ച് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരമാണ്. കോർപ്പറേഷന് കീഴിൽ 973 കടകളാണുള്ളത്. പല കടകൾക്കും കൃത്യമായ സ്ക്വയർ ഫീറ്റ് കണക്ക് പോലുമില്ല. ചില കടകൾ ടാർപാലിൻ വലിച്ചു കെട്ടിയും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുമൊക്കെ അനധികൃതമായി വിസ്തീർണം കൂട്ടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ 50 വർഷം മുമ്പ് തുച്ഛമായ തുകയ്ക്ക് ലേലത്തിലെടുത്തവർ അത് മറ്റുള്ളവർക്ക് വൻ തുകയ്ക്ക് മറച്ചു വിറ്റ് മാസം തോറും ലക്ഷങ്ങൾ പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ നൽകുന്നത് വെറും 5% വാടക വർധനവ് മാത്രം. അപ്പോൾ ഈ മാഫിയയെയൊക്കെ തകർക്കാൻ കഴിഞ്ഞ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ എല്ലാ കടകളും പുനർലേലം ചെയ്യാൻ വി രാജേഷ് ഉത്തരവിട്ടു. വർഷങ്ങളായി തറവാട്ട് സ്വത്ത് പോലെ ഇത് അനുഭവിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതൊക്കെ തടി കിട്ടിയ പോലെയായി. അവരുടെ പ്രധാന വരുമാന സ്രോതസ്സാണല്ലോ ഇതിലൂടെ കളഞ്ഞുപോയത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. വി രാജേഷിൻ്റെ അഴിമതി വിരുദ്ധ വേട്ട ഇനിയും ഇഷ്ടം പോലെയുണ്ട്. കോർപ്പറേഷനെ തങ്ങളുടെ സ്വന്തം തട്ടകമാക്കി മാറ്റി കോടികൾ വെട്ടിച്ച നേതാക്കളെ ജയിലിലടയ്ക്കാനുള്ള കൃത്യമായ കരുനീക്കങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം ഹാർബർ വാർഡിൽ 91 കോടി രൂപ മുടക്കി നിർമ്മിച്ച കൂറ്റൻ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മാണം പൂർത്തിയായി വെറും 5-6 വർഷം കഴിഞ്ഞപ്പോഴേക്കും തകർന്നു വീഴുന്ന അവസ്ഥയിലായിട്ടുണ്ട്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട ഈ ഫ്ലാറ്റിൽ നടന്നത് കോടികളുടെ സിമൻറ്റും കമ്പിയും വെട്ടിപ്പാണ്. വി രാജേഷ് ഇതിനെതിരെയും തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി വിശദമായ ശാസ്ത്രീയ പഠനമൊക്കെ നടത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഇടത് നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും ജയിലിലടയ്ക്കാനുള്ള പണിയൊക്കെ അദ്ദേഹം ഇപ്പോൾ അതിവേഗം പുരോഗമിച്ച് വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി ആക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപ എങ്ങോട്ടേക്കാണ് പോയത്? അടുത്ത ചോദ്യമാണ്. റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടും പണികൾ തീരാത്തതിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇതിൻ്റെ പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സ്മാർട്ട് സിറ്റിയുടെ തുടക്കം മുതൽ ഇതുവരെ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാൻ മേയർ അതിനുള്ള ഔദ്യോഗികമായ ഉത്തരവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫോറൻസിക് ഓഡിറ്റ് നടന്നു കഴിഞ്ഞാൽ പല വമ്പന്മാരും വീണ്ടും അഴിയെണ്ണും. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും ഈ ഭരണം അട്ടിമറിക്കേണ്ടത് ഈ 2 കൂട്ടരുടെ ആവശ്യമല്ലേ? CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും കല്ലുകടികളും ഉപരോധങ്ങളും ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണെന്ന്. മറുവശത്ത് BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കാൻ CPM നൽകിയ കോടതി കേസുകൾ വേറെയും. ഇതിനെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ടാണ് വി രാജേഷ് ഇരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നുമുണ്ട്. കോർപ്പറേഷന് സ്വന്തമായി 100 കണക്കിന് കോടികളുടെ ആസ്തിയുണ്ട്. കൃത്യമായി ഭരിച്ചാൽ വികസന കാര്യങ്ങൾക്ക് ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ല. അതെല്ലാം വി രാജേഷ് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഈ വരുമാനം എല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അടുത്ത തവണയും ഭരണം BJPക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു കാലത്തും തങ്ങൾക്ക് ഇനി കൈയിട്ട് വാരാൻ വേണ്ടി കോർപ്പറേഷൻ കിട്ടില്ല എന്ന ഭയമാണ് ഇടത് വലത് മുന്നണികളെ കൊണ്ട് ഇവരുടെ ഭരണം അട്ടിമറിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് അവർ വിരളി പിടിച്ചിങ്ങനെ മേയർക്കെതിരെ തിരിയുന്നത്. 5 വർഷം വി രാജേഷ് ഈ മേയർ കസേരയിൽ തുടർന്നാൽ തിരുവനന്തപുരത്ത് CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയ അടിത്തറ പോലും ബാക്കി ഉണ്ടാവില്ല. അവരുടെ സകല സാമ്പത്തിക സ്രോതസ്സുകളും എന്നേക്കുമായി ഇല്ലതാകും. ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.